നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ തോന്നുന്നു. അതെ അതെ ഇൻവെസ്റ്റ്മെൻ്റ് ആളുകൾക്ക് ഭയങ്കര കൺസേണുള്ളൊരു സാധനമാണ്. പല രീതിയിൽ അവരുടെ ജീവിതവുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാൻ തോന്നും. അതെ അതെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്ക് വരുമ്പോൾ ശരിക്ക് നമ്മുടെ ഒരു ഫൈനാൻഷ്യൽ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് ശരിക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മുടെ ഒരു പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിൻ്റെ അകത്ത് വേണ്ട സ്വഭാവത്തിൽ അതിലൊരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അതൊരു കൾച്ചർ തന്നെ ആയിട്ട് മാറുന്ന രൂപത്തിൽ എന്തൊക്കെ ഇനീഷ്യേറ്റീവ്സ് ഉണ്ട് നോക്കിയാൽ കമ്പാരിറ്റീവ്ലി കുറവാണ് എന്ന് കാണാൻ കഴിയും. അപ്പോൾ പുതിയ കാലത്ത് കുറേ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ എന്നാലും കുറച്ചുകൂടിയൊക്കെ അതേക്കുറിച്ചൊരു ഫ്രെയിം വർക്ക് സെറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ടെന്നാണ് അതിൻ്റെ ഒരു എഡ്യൂക്കേഷൻ്റെ തന്നെ കുറവുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ അതിൻ്റെ ഒരു ഫോർമൽ രീതിയിൽ ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഉള്ള അതിൻ്റെ എഡ്യൂക്കേഷൻ സൈഡ് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകൾക്ക് പൊതുവെ ഒരു ബാലൻസ് ഷീറ്റ് എന്താണെന്ന് ചോദിച്ചാൽ പലപ്പോഴും അത് കമ്പനിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമായിട്ടാണ് എന്ത് ചെയ്യുക നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ അതിനപ്പുറത്ത് ഓരോ വ്യക്തിക്കും ഒരു ബാലൻസ് ഷീറ്റ് ഉണ്ട്. അയാളുടെ ജീവിതത്തിൽ ഒരു അസറ്റ് സൈഡ് ഉണ്ട്, ഒരു ലയബിലിറ്റി സൈഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം അസറ്റാണോ ലയബിലിറ്റി ആണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഇങ്ങനെ കുട്ടികളായിട്ട് ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മുടെ വീടുമായി ബന്ധപ്പെട്ടൊരു സംസാരം വന്നു. അപ്പോൾ നമ്മുടെ വീട് പ്രത്യേകിച്ച് പ്രവാസികൾക്ക് ആളുകളുടെ വീട് പലപ്പോഴും നമ്മൾ പറയാം എന്താ പറയുക, വീടെന്ന് പറഞ്ഞാൽ അതൊരു അസറ്റാണ്. പക്ഷെ അസറ്റ് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വാല്യൂ അത് ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബെനിഫിറ്റ് അത് നൽകണം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇൻകത്തിൽ വർധനമുണ്ടാക്കുന്ന ഒരു സാധനമൊക്കെ ആവണം പലപ്പോഴും. പക്ഷേ നമ്മൾ നമ്മുടെ ജീവിതത്തിന് വലിയൊരു കാലം ചിലവഴിച്ചിട്ട് പലപ്പോഴും ഒരു വലിയ വീടൊക്കെ ഉണ്ടാക്കും. പക്ഷേ അത് നമ്മൾ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ മിക്ക വീടുകളും ഒരു 50% എന്നൊക്കെ പറഞ്ഞാൽ ഒരു അങ്ങനെ സാധ്യതയുള്ളൂ. അത്രയും വീട് അടഞ്ഞു കിടക്കുക ശരിക്കും, ആളുകളില്ലാതെ അടഞ്ഞു കിടക്കുകയാണ്. പുതിയ പഠനങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. അപ്പം അങ്ങനെ ആയിരിക്കെ ആ വീട് എങ്ങനെയാണ് ഒരു അസറ്റ് ആവുക? ഒന്ന്. രണ്ട്, ഉണ്ടാക്കുന്ന വീട് തന്നെ നമുക്ക് അതിനെ ഏതൊക്കെ സ്വഭാവത്തിൽ ഒരു അസറ്റായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. നമുക്കെല്ലാം അസറ്റാക്കാൻ കഴിയില്ല. അങ്ങനെ കഴിയില്ല. ലൈഫിൽ എല്ലാവർക്കും ജീവിതത്തിൽ കുറേ എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ടായിരിക്കും, അതൊക്കെ റിയാലിറ്റിയാണ്. പക്ഷേ നമ്മുടെ ഫോക്കസ് എവിടെ വരണം, ഇത് തിരിച്ചറിയാന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ നമ്മൾ പുതിയ കാലത്ത് ഉള്ള ഒരുപാട് ബിസിനസ് കോൺസെപ്റ്റുകൾ നോക്കിയാൽ മനസ്സിലാവും ശരിക്ക് ഇങ്ങനെ വന്നത് കൂടിയാണ്. ഇപ്പം ഇത്രയും വീടുകൾ ഇവിടെ ഒഴിഞ്ഞു കിടക്കുമ്പോൾ എനിക്ക് ഒരു പക്ഷേ ഇപ്പോൾ അസറ്റായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു സാധനം അത് ഒരു ഭാഗത്ത് എന്ത് ചെയ്യുന്നു, എനിക്ക് ഒരുപാട് എക്സ്പെൻസ് ഉണ്ടാക്കുന്നു. ഞാൻ ടാക്സ് അടയ്ക്കണം, അതിൻ്റെ ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്യണം, അതിന് ഡിപ്രിസിയേഷൻസ് ഉണ്ടാവും, അതിൻ്റെ മെയിൻ്റനൻസ് ഉണ്ടാവും. അങ്ങനെ സത്യത്തിൽ നമ്മൾ ഒരു വലിയ കാര്യത്തെ മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് അതിന് കുറേ ലയബിലിറ്റീസ് ഉണ്ടാവുന്നു, എന്നാൽ ബെനിഫിറ്റ്സ് അതിൽ നിന്ന് എടുക്കുന്നത് വളരെ തുച്ഛമാവുകയും ചെയ്യും. അപ്പോൾ ഗൾഫുകാരൊക്കെ സംബന്ധിച്ചിടത്തോളം അതാണ് കേസ്. പക്ഷേ ഇതേ സാധനത്തെ നമുക്ക് അപ്പുറത്ത് ആലോചിക്കുമ്പോൾ അതിന് ചിലപ്പോൾ ചില സ്ഥലങ്ങളിലെങ്കിലും ഒരു അസറ്റൊക്കെ ആക്കി മാറ്റാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം പറയുമ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ വീട് തന്നെ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ചിലപ്പോൾ പോസിബിൾ ആവില്ല. പക്ഷെ നമുക്ക് ഒരു പക്ഷെ നമ്മൾ പലയിടത്തായിട്ട് വേറെ സെറ്റ് ചെയ്യേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതേ വീട്ടിനകത്ത് തന്നെ സെറ്റ് ചെയ്യാം. ഇപ്പോൾ പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ ആ ഒരു രീതിയും കുറവാണ് കമ്പാരിറ്റീവ്ലി. അപ്പം അതിൽ ഒരു പക്ഷേ നമ്മുടെ ലൊക്കാലിറ്റി പോലെ അതിലൊരു പക്ഷേ ഒരു 1-2 ഷോപ്പുകൾക്ക് സാധ്യത ഉണ്ടാവും, ചിലപ്പോൾ ഒരു ഷോപ്പിനെങ്കിൽ സാധ്യത ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊഫഷൻ, ഇപ്പം എൻ്റെ വൈഫ് ഡോക്ടർ ആയതുകൊണ്ട് ഒരു ക്ലിനിക്ക് അതേ വീട്ടിനകത്ത് ചെയ്യാൻ പറ്റും. പുതിയ കാലത്ത് വർക്ക് ഫ്രം ഹോം എന്നുള്ളത് വലിയൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ എൻ്റെ ഒരു ഓഫീസ് അതിന് മുകളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കോമൺ പർപ്പസ് ഹാളുണ്ട്. നമ്മൾ ഇതൊരു വലിയ വീടുമായി ബന്ധപ്പെട്ട് മാത്രം ചെയ്യേണ്ട സംഗതിയല്ല. ഞാനിപ്പോൾ റീസെൻ്റായിട്ട് കശ്മീർ പോയ സമയത്തും അവിടെ മിക്ക വീടുകളും ഒരു 3 സ്റ്റോറീസ് അല്ലെങ്കിൽ 2 ആ ഒരു ലെവലുള്ള വീടുകളാണ്. അപ്പോൾ അതിൽ എല്ലാത്തിൻ്റെയും ഒരു കോമൺ ഹാളുണ്ട്. അപ്പോൾ ആ കോമൺ ഹാൾ എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ പരിപാടി നടക്കലെവിടെയെന്ന് വെച്ചാൽ ഈ കോമൺ ഹാളിലാണ്.
വീട്ടിൽ തന്നെ അങ്ങനെ ഒരു അപ്പോൾ വേറൊരു സ്പേസ് റെന്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഇല്ല. അതെ അതെ അതെ. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ നമ്മുടെ അസറ്റിനെ അതിൻ്റെ ഒരു പരമാവധി യൂട്ടിലൈസേഷനിലേക്ക് വരാൻ വേണ്ടി പറ്റും. നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള തലത്തിൽ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള തലത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് മുതൽ നോക്കുകയാണെങ്കിൽ ഒരാളുടെ സമ്പത്തിൽ നിന്ന് കുറച്ച് പൈസ എടുത്തു വെച്ചിട്ടാണല്ലോ സേവ് ചെയ്തിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഘട്ടം സേവിങ് എന്നുള്ളതാണ്. രണ്ടാമത്തെ ഘട്ടം അതിന് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഘട്ടമാണ് രണ്ടും. നമുക്ക് വരുമാനം ഇങ്ങനെ വരുന്നു, അതിനനുസരിച്ച് ചെലവഴിച്ച് പോകുന്നു, ഇങ്ങനെ ഉണ്ടാവും നോർമലി. അപ്പോൾ സേവിങ് വേണം, ഇൻവെസ്റ്റ്മെന്റ് വേണം എന്ന് ഒരാൾ തീരുമാനിക്കുമ്പോഴാണ് ഇത് നടക്കുക. നോർമലി ഇത് ഇങ്ങനെ നടക്കുന്ന ഒരു സാധനമല്ല. അപ്പോൾ അതിന് ഒരു ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് വേണ്ടി വരും. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ശരിക്കും ഇൻവെസ്റ്റ്മെന്റ്സും സേവിങ്സും പ്രത്യേകം തന്നെ പറയേണ്ടുന്ന ഒരു കാര്യം കൂടിയാണ്. ഫസ്റ്റ് സേവിങ്സ് സൈഡ് പറയുമ്പോൾ ശരിക്കും അതും ഒരു എന്താ പറയുക, ഒരു ശീലമായിട്ട് വരേണ്ട കാര്യമാണ്. ആളുകൾക്കൊരു പൊതുവെ ധാരണ എന്ന് വെച്ചാൽ കുറേ ക്യാഷുള്ള ആളുകൾ സേവ് ചെയ്യുന്നു, അവർക്കാണ് പൊതുവെ ഇൻവെസ്റ്റ്മെൻറ്റ് സാധ്യമാവുക എന്നൊക്കെ പറയുന്നൊരു കാഴ്ചപ്പാട് പൊതുവേ ഉണ്ട്. ശരിക്ക് മിച്ചം വരുന്നത് സേവ് ചെയ്യുക എന്നുള്ള ഒരു പ്രയോഗം പോലും പലപ്പോഴും ശരിയല്ല. സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നൊരു ഭാഗം നമ്മൾ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് നമ്മൾ സ്പെൻഡ് ചെയ്യാൻ ശീലിക്കുക എന്നുള്ളതാണത് സേവിങ്സിൻ്റെ ഒന്നാമത്തെ ഒരു പാഠം എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു 10,000 20,000 ആണ് ശമ്പളമെങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്നൊരു 2,000 മാറ്റി വെച്ചിട്ട് ബാക്കി നമ്മൾ സ്പെൻഡ് ചെയ്യാൻ ശീലിക്കുമ്പോൾ അപ്പോൾ നമുക്ക് സേവിങ്സ് ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മൾ ഇതേ ശമ്പളം 2 ലക്ഷം ആണെങ്കിൽ പോലും നമുക്ക് സേവ് ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവില്ല. അപ്പോൾ അതൊരു ആറ്റിറ്റ്യൂഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് എന്നാണ് സൂചിപ്പിക്കേണ്ടതായിട്ടുള്ളത്. രണ്ടാമത്തെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ സേവിങ്സ് എന്നുള്ളത് ശരിക്ക് ഇൻവെസ്റ്റ്മെൻറ്റിലേക്കുള്ളൊരു മാർഗം, അതിൻ്റെ ഒരു മീൻസ് മാത്രമായിട്ടാണ് ശരിക്ക് ഇസ്ലാം അത് നോക്കി കാണുന്നത്. സേവിങ്സ് എന്നുള്ളത് വളരെയധികം ഒരുപാട് എന്താ പറയുക, നമ്മളങ്ങനെ പല സ്വഭാവത്തിലായിട്ട് ഗ്ലോറിഫൈ ചെയ്യേണ്ടുന്ന ഒരു സംഗതിയല്ല, അല്ലെങ്കിൽ അതിനെന്തോ വലിയ സംഗതി ഉണ്ട്, ഒരുപാട് സേവ് ചെയ്ത് വെക്കുക എന്നുള്ള കൺസെപ്റ്റ് ഇസ്ലാമിലില്ല. അത് വളരെ പ്രധാനമാണ് ശരിക്കും. കാരണം അതിനെ കുറെ നിരുത്സാഹപ്പെടുത്തുന്നതും കാണലുണ്ട്. ഈ പിന്നെ സ്വർണവും വെള്ളിയും കൂമ്പാരമാക്കി വെക്കുന്നതിനെ കുറിച്ചൊക്കെ ഖുർആൻ വളരെ നിശ്ചിതമായാണ് വിമർശിക്കുന്നത്. അത് പരലോകത്ത് നിങ്ങൾ നരകത്തിൽ നിങ്ങൾ അണിയിക്കപ്പെടും. അതായത് സേവ് ചെയ്ത് കുറെ കൂമ്പാരമായി സമ്പത്ത് സേവ് ചെയ്ത് വെക്കുക എന്നുള്ള കൺസെപ്റ്റ് ഇസ്ലാമിലില്ല. നേരെ മറിച്ച് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയുള്ള സേവിങ്, പിന്നെ അത്യാവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സേവിങ്, പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്ന ചെലവുകളൊക്കെ ഉണ്ട്, അതിനൊക്കെയുള്ള സേവിങ് മാത്രമാണ് പൊതുവെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നതെന്നാണ് തോന്നുന്നത്. അപ്പം അതിൽ നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒരു എന്താ പറയുക, ഒരു ഗോൾഡൻ തിയറിയൊക്കെ ആയിട്ട് പറയാവുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് എത്രമാത്രം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകണം. അപ്പോൾ അത് പറയുന്ന കൂട്ടത്തിൽ നമ്മൾ ഏതൊക്കെ സെഗ്മെൻറ്റ് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ അടുത്ത് എപ്പോഴും ഒരു 10% നമുക്ക് ലിക്വിഡ് ക്യാഷ് ഉണ്ടാവണം നമ്മുടെ അത്യാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. പിന്നെ പറയാറുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാഷ് ഉണ്ടാവും. ഈസിലി ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റുന്ന 20% ക്യാഷ് ഉണ്ടാവണം. അപ്പോൾ നമുക്കൊരു ജോലി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടായി, ആ സമയത്ത് നമുക്ക് ഉപയോഗിക്കാനൊക്കെ പറ്റുന്ന, പെട്ടെന്ന് ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എമൗണ്ട് ആയിട്ട് അങ്ങനെ ഒരു എമൗണ്ട് ഉണ്ടാവണം. പിന്നെ ബാക്കി വരുന്നത് പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള വലിയ ക്വസ്റ്റ്യനാണ്. അത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൾച്ചറുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ആ സമയത്ത് പറയാൻ തോന്നുന്നു. അതിൽ സൂചനയിലേക്ക് പറയുമ്പോൾ എന്ന് വെച്ചാൽ മറ്റേ ഒരിക്കലും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ മൊത്തത്തിൽ നമുക്ക് വളരെ അട്രാക്റ്റീവായി തോന്നിയ ഒരു സംരംഭത്തിൽ കൊണ്ടുപോയിട്ട് ഇടുന്ന രീതി ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾ പറഞ്ഞ പോലെ മറ്റേ സേവിങ്സ് എന്നുള്ളത് ശരിക്ക് ഇൻവെസ്റ്റ്മെൻറ്റിലേക്കുള്ള ഒരു വഴി മാത്രമായിട്ടാണ് പലപ്പോഴും ഉള്ളത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പണം എവിടെയും ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നത്, ഒരു ഐഡിയലായി നിൽക്കുക പറയുന്നത് ശരിക്കും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതിങ്ങനെ സർക്കുലേറ്റ് ചെയ്യപ്പെടണം. അത് സർക്കുലേറ്റ് ചെയ്യപ്പെടുമ്പോഴേ നമ്മുടെ എക്കോണമി ആക്റ്റീവ് ആവുള്ളൂ, അപ്പോഴേ ജോബുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുള്ളൂ. അവിടെ ശരീരത്തിൽ ഹൃദയം എങ്ങനെയാണോ ബ്ലഡ് പമ്പ് ചെയ്തിട്ട് വിരലിന്റെ തുമ്പ് വരെ എത്തുന്നത് അതുപോലെ ഒഴുകണം.
അത് വളരെ പ്രധാനമാണ്. ഇല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും. അതെ അതെ മര്യാദയ്ക്ക് ഒഴുകിയിട്ടില്ലെങ്കിൽ അതെ 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 എക്കണോമിക്ക് അത് ബാധിക്കും. വളരെ ബാധിക്കും. നമ്മൾ മൊത്തം എക്കോണമി സ്റ്റക്കാവുന്ന സാഹചര്യം ഉണ്ടാവും. അതെ അതെ. അപ്പോൾ ശരിക്കും ഇസ്ലാം എന്തുകൊണ്ട് പലിശ വിലക്കിയെന്ന് പോലും ചോദിച്ചാൽ നമുക്ക് അവിടെ പോലും ഇതിലേക്കൊരു ഇൻഡിക്കേഷൻ കാണാൻ വേണ്ടി സാധിക്കും. പലിശ എന്ന് പറഞ്ഞാൽ ശരിക്ക് എല്ലാ എക്കണോമിക് ആക്ടിവിറ്റീസിനെയും ശരിക്ക് സ്റ്റോപ്പ് ചെയ്യിക്കുന്നൊരു കാര്യമാണ്. ഇപ്പം നിങ്ങൾക്കൊരു ബാങ്ക് നന്നായിട്ട് ഇൻട്രസ്റ്റ് ചെയ്തെങ്കിൽ എല്ലാവരും എന്താ ചെയ്യുക? എല്ലാവരും അവിടെ കൊണ്ടുപോയി പൈസ ഇടും. കാരണം വേറെ റിസ്ക് ഇല്ല, ഒന്നും ആലോചിക്കണ്ട, നമ്മളത് വാങ്ങിച്ചാൽ മതി. പക്ഷെ അതേസമയം മറ്റേ അത് എത്രമാത്രം കുറയുന്നു. ഇപ്പോൾ വലിയ എക്കണോമിസ്റ്റുകളായ കീൻസ് ഒക്കെ പോലെയുള്ള ആളുകൾ ഇതേക്കുറിച്ച് പറയുന്നുണ്ട്. മറ്റേ ഒരു എക്കോണമിയിൽ എപ്പോഴാണോ ഇൻട്രസ്റ്റ് റേറ്റ് 0 വരുന്നത്, ലോ ആയി എത്രത്തോളം ലോ ആവുന്നു, അപ്പോഴാണ് ആ എക്കോണമി ഫ്ലറിഷ് ചെയ്യും ശരിക്കും. അപ്പോൾ അത് വളരെ പ്രധാനമാണ്. എന്ന് പറഞ്ഞാൽ എന്നർത്ഥം ആളുകൾ ബാങ്കിൽ കൊണ്ടുപോയി ക്യാഷ് ഇടൂല, കാരണം ആ ക്യാഷ് അങ്ങനെ തന്നെ കിടക്കും. ചിലപ്പോൾ അതിന് ഇൻഫ്ലേഷൻ സംഭവിച്ചിട്ട് വാല്യൂ കുറയും. അപ്പോൾ ആൾക്കാരെ ക്യാഷ് ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കും. അപ്പോൾ പുതിയ ജോബുകൾ ഉണ്ടാവും. എന്തുകൊണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റി കുറേ കൂടി ട്രേഡേഴ്സും ഒക്കെ ആയി നോക്കുന്നതിൻ്റെ ഉത്തരം അതിലുകൂടിയുണ്ട്. പലിശ പണ്ടേ പലിശ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു പണ്ടേ കച്ചവടക്കാരും ഹലാലായ സ്വഭാവത്തിലൊക്കെ ആ പണം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള അധ്വാന പരിശ്രമങ്ങളിൽ ഏർപ്പെട്ട ആൾക്കാരായിരുന്നു. അതുകൊണ്ട് സേവിങ്സ് എന്നുള്ളത് നമ്മൾ വളരെ മിനിമലായിട്ട് പേർപ്പസുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടതാണ്. അത് ഇൻവെസ്റ്റ്മെന്റ് മാത്രമായി കൊള്ളുന്നില്ല, വേറെ ആവശ്യങ്ങളും ആവാം, പക്ഷെ ഇൻവെസ്റ്റ്മെന്റും ആവാം എന്ന് മാത്രമേ ഉള്ളൂ. ഇൻവെസ്റ്റ്മെന്റിൽ നമ്മൾ ഈ ഫൈനാൻസ് മാനേജ്മെന്റ് എന്നുള്ള തലത്തിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഏറ്റവും പ്രധാനപ്പെട്ടിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമുക്ക് പൊതുവേ നമ്മൾ 2 കൂട്ടം ആളുകളാണുള്ളത്. ഒന്നുകിൽ നമ്മൾ ആളുകളെ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കും, ഒന്നുകിൽ നമ്മൾ വളരെ പേടിയിൽ അങ്ങനെ നിൽക്കും. നമ്മൾ ഈ ചൂടുവെള്ളത്തിൽ വീണ് പൂച്ചെന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ കേട്ട കുറേ കഥകളുണ്ടാവും, നമ്മൾ അതുകൊണ്ടൊന്നും ചെയ്യില്ല. ചിലപ്പോൾ ചില ഇൻവെസ്റ്റ് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടാവും. അതെ, രണ്ടും ഘടകമായിരിക്കാം ചിലപ്പോൾ അതിൽ. അപ്പോൾ വേണ്ടത് കുറച്ച് കാര്യങ്ങൾ, ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് ഘടകങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് ചില പാറ്റേണുകൾ ഉണ്ടാവണം. അത് ചില റേഷ്യോസ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ സാധാരണ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഡോണ്ട് പുട്ട് ഓൾ യുവർ എഗ്സ് ഇൻ എ സിംഗിൾ ബാസ്ക്കറ്റ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും കൂടി ഒരു ബാസ്ക്കറ്റിലിട്ടാൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു കുലുക്കുണ്ടായാൽ മതി, ഒന്ന് കുലുങ്ങിയാൽ എല്ലാം പൊട്ടിപ്പോകും. അപ്പോൾ കുലുക്ക് എപ്പോഴും ഉണ്ടാവാം. ബിസിനസ്സൊക്കെ ആകുമ്പോൾ ചെറിയ കുലുക്കൊക്കെ എന്ത് ചെയ്യും, ചിലപ്പോൾ സംഭവിക്കാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നമ്മൾ പലതിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പലതരം ഇൻവെസ്റ്റ്മെൻറ്റുകൾ നമ്മൾ ചൂസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഒന്നാമതായിട്ട് വെക്കേണ്ടതായിട്ടുള്ളത്. ചിലപ്പോൾ ആളുകൾ സംഭവിക്കാന്ന് വെച്ചാൽ നല്ല ലാഭമുള്ള ഒന്ന് കാണുമ്പോൾ അതിൽ മുഴുവൻ കൊണ്ടുപോയി ഇടും. ചെറിയ ലാഭമുള്ള വേറെയും ഓപ്ഷൻസ് ഉണ്ടാവും, അതിലിടൂല. കാരണം എന്ന് വെച്ചാൽ ഇത് ഇത്ര റിട്ടേൺ തരുന്നുണ്ട്, പലപ്പോഴും അത് ഫേക്കും ആയിരിക്കും. ഈ കൂടുതൽ റിട്ടേൺ ഒക്കെ പറയുന്നത് ചിലപ്പോൾ ഫേക്ക് ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് ഒന്നിച്ചാണ്ട് നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പം ആളുകൾ സേവ് ചെയ്ത് വെച്ച എമൗണ്ട് മൊത്തം നഷ്ടപ്പെടുന്ന അവസ്ഥ പലപ്പോഴും ഇൻവെസ്റ്റ്മെന്റ് കാണാം. നമ്മൾ പറഞ്ഞ പോലെ നേരത്തെ ഞാൻ ഇതേപോലെ വേറൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ സംസാരത്തിനടക്ക് ഒരു സുഹൃത്ത് പറയണ്ടായി, മറ്റേ അദ്ദേഹം സേവിങ്സ് ആണ്, അദ്ദേഹം മുസ്ലിം അല്ല, അത് പലിശ ഉപയോഗിക്കാനൊക്കെ അങ്ങനെ ഉപയോഗിക്കുന്നവരാണ്. ഓക്കെ, അപ്പോൾ അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ അവരെന്ത് ചെയ്തു, ഗൾഫെല്ലാം ഒരുപാട് കാലത്ത് ഗൾഫിൽ അധ്വാനമായിരുന്നു. അപ്പോൾ ഗൾഫെല്ലാം കഴിഞ്ഞ് വലിയൊരു എമൗണ്ട് ഉണ്ടായി, അത് ബാങ്കിൽ കൊണ്ടുപോയിട്ടു. ബാങ്കിൽ കൊണ്ടുപോയിട്ടപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു FD ഇട്ടത്. ഓക്കെ, FD പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ഫിക്സ്ഡ് പീരീഡ് ഉണ്ടാവും, either 5 years 10 years എന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ FD ഇട്ടു, പെട്ടെന്ന് അദ്ദേഹത്തിനൊരു ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചു. ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. അപ്പോൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ കൊണ്ടുപോയ സമയത്ത് അവർ പറഞ്ഞു അടിയന്തരമായിട്ട് ഓപ്പറേഷൻ ചെയ്യണം, അതിന് ഇത്ര എമൗണ്ട് കെട്ടിവെക്കണം. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല, ഉള്ളതൊക്കെ എവിടെയാണ്, പിൻവലിക്കുകയാണെങ്കിൽ അങ്ങോട്ട് ചാർജ് കൊടുക്കണം. അതെ, ഇത് എന്ന് മാത്രമല്ല ആ സമയം കൊണ്ട് പിൻവലിക്കാൻ കഴിയില്ല. നമുക്ക് പ്രൊസീജിയറിന് സമയം എടുക്കുമ്പോൾ ഉണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം അടുത്ത ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയിൽ അദ്ദേഹം മരണപ്പെട്ടു എന്നാണ്. ഇത് കെട്ടുകഥയല്ല,
നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കെ ഒരു നാട്ടുകാർ അദ്ദേഹത്തെ അയാളുടെ അനുഭവം ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഇൻവെസ്റ്റ്മെൻറ്റിലും ബാധകമാണ്. നമുക്ക് എത്ര ലാഭം കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിലും നമ്മൾ എല്ലാ എമൗണ്ടും കൂടി എന്ത് ചെയ്യരുത്, അതിൽ കൊണ്ടുപോയിട്ടിടരുത്. നമുക്ക് നമ്മുടെ അത്യാവശ്യങ്ങൾ, നമുക്ക് ജീവിക്കാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ജീവിക്കാൻ മറക്കാൻ പാടില്ല. അതും കാരണം നമ്മളുടെ എക്സ്പെൻഡിച്ചറിനൊക്കെ ഉള്ളത് നമ്മുടെ എക്സ്പെൻഡിച്ചേഴ്സ് നമുക്ക് മാന്യമായി ജീവിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മളവിടെ വെക്കണം. അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മുടെ അത്യാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ക്യാഷോ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന എമൗണ്ട് ആയിട്ട് ലിക്വിഡേറ്റ് ചെയ്യുന്നത് ഒരു സെക്കൻഡാണ്. നമുക്ക് ലിക്വിഡ് ആയിട്ടുള്ള സംഗതി എന്ത് ചെയ്യുക, ക്യാഷോ നമുക്ക് ATM എടുക്കാൻ പറ്റുന്നതോ ഒക്കെ ആയിട്ടുള്ള സ്വഭാവത്തിൽ ഒരു 10% എമൗണ്ട് ഉണ്ടാവണം. അവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് പിന്നീട് നമുക്ക് മറ്റത്യാവശ്യങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് പുതിയ കാലത്ത് അസുഖം ഒക്കെ വലിയ പ്രയാസങ്ങളുണ്ടാവും, നേരത്തെ പറഞ്ഞ വിഷയങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു 20% എങ്കിലും ഉണ്ടാവണം. അപ്പോൾ അത് നമുക്ക് either ഒരു ബാങ്ക് ഡെപ്പോസിറ്റ് ആവാം, ഇനി പറയുന്ന ഇൻഫ്ലേഷൻ്റെയും പലിശയുടെ ഒക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഗോൾഡൊക്കെ ആക്കി വെക്കാം നമുക്ക് വേണമെങ്കിൽ. കാരണം ഗോൾഡിന് നമുക്കറിയാം ഒരു ഗ്രാജുവൽ ഗ്രോത്ത് എപ്പോഴും കാണിക്കുന്ന ഒരു കമ്മോഡിറ്റി. ആ നിലക്ക് നമുക്കതിനെ സേഫാണ്, കുറച്ചുകൂടി പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നീട് നമുക്ക് ഉണ്ടാവേണ്ടത് നമ്മൾ ലോങ് ടേം പേർപ്പസിലുണ്ടാവും. അപ്പോൾ അതിന് പറ്റുന്ന കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് നല്ലതാണ്. അപ്പോൾ അതിൽ നമുക്ക് 2-3 ഓപ്ഷൻസ് ഉണ്ട്. നമുക്കൊന്ന് വേണമെങ്കിൽ ഇവിടുത്തെ സെക്യൂരിറ്റീസ് മാർക്കറ്റ്, സ്റ്റോക്ക് മാർക്കറ്റ് എന്നൊക്കെ പറയുന്ന ആ സംവിധാനത്തിൽ ഏതെങ്കിലും ശരിയാ കംപ്ലൈൻ്റ് ഒക്കെ ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളുടെയോ ഒക്കെ ഭാഗമായിട്ട് മാറാൻ വേണ്ടി പറ്റും. അതേസമയം അതല്ലാത്ത മറ്റ് കമ്പനികളുണ്ടായിരിക്കും, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കമ്പനികൾ. അവിടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും നമുക്ക് കുറച്ചുകൂടി നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലൊന്നും അല്ലാത്ത അതിന് 2 പർപ്പസ് ഉണ്ട്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ മ്യൂച്വൽ ഫണ്ടൊക്കെ പോലെ സംവിധാനങ്ങളിൽ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സെക്കൻഡ് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന സംവിധാനങ്ങൾ കുറവായിരിക്കും. കാരണം ഇതിനൊരു പെർട്ടിക്കുലർ ഒരു ടൈം പീരീഡ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ എന്തായാലും കീപ്പ് ചെയ്താലേ അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. പക്ഷേ ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റുകൾ നമുക്ക് മറുഭാഗത്ത് ലിസ്റ്റഡ് അല്ലാത്ത കമ്പനികൾ വേറെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകിൽ അങ്ങനെ ചെയ്തിട്ട് നമുക്കൊരു മന്ത്ലി, ക്വാർട്ടർലി, സെമി ആനുവലി ഒക്കെ ഉള്ള ഇൻകം നമുക്ക് എടുക്കാൻ പറ്റുന്ന പല സാഹചര്യങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതും കൂടെ പറയുന്നതെന്ന് തോന്നുന്നു. ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒന്നാമതായിട്ട് നമ്മൾ എല്ലാ ക്യാഷും കൂടി ഒന്നിൽ കൊണ്ടുപോയിടാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് പറയേണ്ട സംഗതി. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ നമ്മൾ എന്ത് കണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ ചിലപ്പോൾ ഒരു ആഡാവും കാണുന്നുണ്ടാവുക, അതിനപ്പുറത്ത് ആ ബിസിനസ് എന്താണ്. ഇപ്പോൾ ഇവിടെ വന്ന ഒരുപാട് ബിസിനസ്സുകളുണ്ട്, പലതായി നമുക്ക് പരിചയമുള്ള ബിസിനസ്സുകളുണ്ട്. പലപ്പോഴും നമ്മൾ ഒരുപാട് സ്കാംസിൻ്റെ ഭാഗമാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതൊക്കെ കുടുങ്ങിയ കഥകൾ നമ്മൾ എല്ലാ ദിവസവും കേട്ടുകൊണ്ടിരിക്കാറുണ്ട്. പലതും നമ്മൾ വളരെ ചുരുങ്ങിയ പെർസെൻറ്റേജ് ആണ് നമ്മൾ സ്കാം കേൾക്കുള്ളൂ. കാരണം പറയൂല, പരമാവധി ഇതാരും അറിയണ്ട, ഞാൻ എന്തായാലും പെട്ടു, എൻ്റെ ഇത്ര പൈസ പോയി, ആരും അറിയണ്ട. ചിലപ്പോൾ ഭാര്യ പോലും അറിയാതെ എന്ത് ചെയ്യും. തീർച്ചയായും അങ്ങനെ ഉണ്ടാവില്ല. അതെ. അപ്പോൾ നമ്മൾ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട് കമ്പനി ഏത് സ്കെയിലുള്ള കമ്പനിയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പല സ്കെയിൽ കമ്പനികളുണ്ട്. ഇത് സ്മോൾ സ്കെയിലാണോ, അല്ലെങ്കിൽ ഇതൊരു SME ലെവൽ കമ്പനിയാണോ, മൈക്രോ, അതുപോലെ തന്നെ മീഡിയം, SME, അങ്ങനെ പല കാറ്റഗറി ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് കാറ്റഗറിയിലാണ് ഈ കമ്പനി ഉള്ളത് എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ കമ്പനിയുടെ നെറ്റ് വർത്ത് എത്രയാണ്, ഈ കമ്പനിയുടെ ആരാണ് അതിൻ്റെ പിന്നിലുള്ളത്, ഈ കമ്പനിയുടെ ലീഗൽ ഫോം എന്താണ്, ഇത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണോ, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ആണോ, LLP ആണോ, പ്രൈവറ്റ് ലിമിറ്റഡ് ആണോ, ലിമിറ്റഡ് കമ്പനി ആണോ, പബ്ലിക് ലിമിറ്റഡ് ആണോ എന്നൊക്കെ നമ്മൾ കമ്പനികളുടെ ഒരു ഫോം എന്താണെന്ന് മനസ്സിലാക്കൽ വളരെ പ്രധാനമാണ്, നിർബന്ധമാണ്. കാരണം നമ്മൾ പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ചില സർട്ടൺ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട്. ആ ഒബ്ജക്റ്റീവ്സിനെ മീറ്റ് ചെയ്യുന്നത് തന്നെയാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനി, അതിൻ്റെ റിട്ടേൺ പോളിസികൾ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട്. അല്ലെങ്കിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടാവുക. അപ്പോൾ വളരെ ബേസിക്കലി നമ്മൾ ആരോടും ചോദിക്കാറ് എന്താണെന്ന് വെച്ചാൽ, എന്താണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എന്ന് നമ്മൾ ഫിക്സ് ചെയ്യണം. എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു അഡീഷണൽ ഇൻകം ഉണ്ടാവലാണെങ്കിൽ
നമ്മൾ ഒരിക്കലും പോകേണ്ട വഴിയല്ല മ്യൂച്വൽ ഫണ്ടുകൾ. അതെ അതെ. അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എന്നാൽ പിന്നെ ടാറ്റ എത്തിക്കൽ ഫണ്ട് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് തീരുമാനിക്കും. അത് നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കൊണ്ടുവരണമെങ്കിൽ ഒരു 10 കൊല്ലം കഴിയണം മിനിമം. അതെ അതെ അതെ. അതേസമയം നമ്മുടെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ 10 കൊല്ലം കഴിഞ്ഞൊരു ആവശ്യത്തിനാണ്. അങ്ങനെയെങ്കിൽ അത്ര മ്യൂച്വൽ ഫണ്ടുകൾ ഒരു ഓപ്ഷനാണ്. അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളത് വളരെ പ്രധാനമാണ്. എന്നിട്ടാണ് നമ്മൾ ബാക്കിയെല്ലാം നോക്കേണ്ടത്. പിന്നെ അതിലേതൊക്കെ സെഗ്മെൻറ്റുകളുണ്ട്. അപ്പോൾ പലപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റുകൾ എന്ന് വെച്ചാൽ ഇത് റിട്ടേൺ എപ്പോഴാണ് കൊടുക്കുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലേ, അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങിച്ച കമ്പനികൾ ചിലപ്പോൾ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ 1 വർഷം എടുക്കുന്ന അവസ്ഥ ഉണ്ടാവും. അപ്പോൾ നമുക്കത് അറിഞ്ഞിരിക്കണം. അതെ, അതിന് ശേഷമേ നമുക്ക് റിട്ടേൺ വരുള്ളൂ. അപ്പോൾ നമ്മുടെ കാൽക്കുലേഷൻ അപ്പോഴേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് നമുക്കൊരു അടുത്തൊരു ക്വാർട്ടറിലൊക്കെ ലാഭം കിട്ടുന്നൊരു പൊതുവെ ആളുകളുടെ ഒരു താല്പര്യം എന്താണെന്ന് വെച്ചാൽ ഈ മാസം 10 ലക്ഷം റുപ്യ ഇടുക, അടുത്ത മാസം മുതൽ 10 ലക്ഷത്തിന് ഇത്ര വെച്ച് ഒരു എമൗണ്ട് ഉണ്ടാവും, ഒരു കണക്കാണ്, ആ എമൗണ്ട് വെച്ച് ഇങ്ങനെ കിട്ടുക. ഇതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു സാധനം. പക്ഷേ അതിനേക്കാൾ അത് കൃത്യപ്പെടുത്തി എങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് കൃത്യപ്പെടുത്തുക എന്നുള്ളതാണ് വളരെ അപകടകരമായ ഒരു മൈൻഡ് സെറ്റ് എന്ന് ഞാനേ പറയാം. ശരിക്കും ഇങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു ആക്ച്വലി ഒരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകാൻ കഴിയില്ല. നമ്മൾ ബേസിക്കലി ആഗ്രഹിക്കുന്നത് ഒരു പലിശയുമായിട്ട് ഏറെക്കുറെ സാമ്യമുള്ള ഒരു സംവിധാനത്തെയാണ്. പക്ഷെ നമുക്ക് അത് ഹലാലാവും വേണം. അതെ അതെ. ഇസ്ലാമിന്റെ നിയന്ത്രണങ്ങളുള്ളത് കൊണ്ട് ഇത് ഹലാലാവണം, എന്നാൽ എനിക്ക് ഇതുപോലെ കിട്ടുകയും വേണം എന്നുള്ളതാണ് എന്ന് ആഗ്രഹിക്കുന്നവരാണ്. പലപ്പോഴും പലരും ബിസിനസ് മോഡലുകൾ പോലും ഈ മൈൻഡ് സെറ്റിനെ എന്താ പറയുക സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പലപ്പോഴും സ്ട്രക്ചർ ചെയ്യാറുണ്ടെന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുമോ, അടുത്ത മാസം റിട്ടേൺ വരുന്നു. അപ്പോൾ അതൊരു നല്ല മെസ്സേജ് അല്ല ശരിക്ക്. നമുക്ക് ഓക്കെ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് എവിടുന്നാണ് റവന്യൂ വരുന്നത്, എനിക്ക് ലാഭമായി കിട്ടുന്നൊരു എമൗണ്ടിൻ്റെ ബേസ് എന്താണ്, അതിൻ്റെ ലാഭം തന്നെയാണോ, അതറിയണം. ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾ അറിയണം എന്താണ്, എങ്ങനെയാണ് ഇതിന്റെ റിട്ടേൺ. അല്ലെങ്കിൽ അത് പക്ക പലിശ പോലെ ഉണ്ടാവുക. നിങ്ങൾ പൈസ കൊടുത്തു, അവരെന്ത് ചെയ്യുന്നു, നമുക്ക് ക്യാഷ് തരുന്നു. ആ സോഴ്സ് ക്ലിയർ അല്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത ക്യാഷ് വാങ്ങിക്കും, നമ്മളെ സാറ്റിസ്ഫൈ ആയിക്കും അവര്. അതെ അതെ. പക്ഷെ ആ കളി ഒരുപാട് ഓടൂല, കുറെ കഴിയുമ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ അത് നന്നായി ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം ഞാൻ പറഞ്ഞത് നമുക്കൊരു ഇൻവെസ്റ്റർ മൈൻഡ് സെറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇൻവെസ്റ്റർ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ അത് ഈ പറയുന്ന പോലെ ഒരു പലിശ പോലെയല്ല. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സെർട്ടൺ റിസ്ക് ഒക്കെ അതിലുണ്ടാവും. നമ്മളൊരു ബിസിനസ്സിലേക്ക് ഡെഫിനറ്റ്ലി നമ്മൾ ഒറ്റയടിക്ക് പോകേണ്ടതൊന്നുമില്ല. നമ്മളാണ് പഠിക്കേണ്ടത്. ആ ബിസിനസ് നേരത്തെ പറഞ്ഞ പോലെ ആ ബിസിനസ്സിൻ്റെ സ്വഭാവം എന്താണ്, അതിൻ്റെ ലീഗൽ ഫോം എന്താണ്, പിന്നെ അതിൻ്റെ ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ്, അതിൻ്റെ കഴിഞ്ഞ കാല പെർഫോമൻസ് എന്തായിരുന്നു, അതിൻ്റെ ഫ്യൂച്ചർ ഫോർകാസ്റ്റുകൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ ഈവൻ പുതിയ കാലത്ത് അതിൻ്റെ സോഷ്യൽ മീഡിയ പ്രസൻസ് എന്താണ്, തടസ്സാവുന്ന ഒരു സാധനമുണ്ട്. ആളുകൾ ചിലപ്പോൾ വന്ന് പറയാ ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്താൽ ഇത്ര ലാഭമുണ്ട്, പിന്നെ ഇതിന്റെ റേറ്റ് കൂടും, ഇതിന്റെ ഷെയറിന്റെ റേറ്റ് കൂടാൻ പോവാണ്, പിന്നെ അല്ലെങ്കിൽ നിങ്ങളില്ലേ വേറെ ആള് വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് തിരക്കിട്ട ആളുകൾ എന്ത് ചെയ്യും, ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കും. അങ്ങനത്തെ ഒക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കാരണം നിങ്ങളിപ്പോൾ നേരത്തെ പറഞ്ഞ കുറേ മാനദണ്ഡങ്ങളുണ്ട്, ഇത് ചെക്ക് ചെയ്യാൻ നേരെ ഇല്ലാതെ ഒരു ഇൻവെസ്റ്റ്മെന്റിലേക്കും പോകരുത്. ഞാൻ പറയാം, വെറുതെ നമ്മൾ പോയി പെടുകയാണല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ഒക്കെ ഓരോരോ സിംഗിൾ വേർഡുകളാണെങ്കിലും അത് ഓരോന്നും നമ്മൾ വിശദമായിട്ട് പറയേണ്ടുന്ന കാര്യങ്ങളാണ്. ഒരു ബിസിനസ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ, ഇപ്പോൾ നമ്മളുടെ മുന്നിൽ പല ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. അതിലിപ്പോൾ ഒന്നിൽ ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അങ്ങനെ തീരുമാനിച്ചാൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം ഉണ്ടാവുമല്ലോ. എന്തൊക്കെയാണ് ആ ബിസിനസ്സിനെ എങ്ങനെയൊക്കെ നമുക്ക് മൈന്യൂട്ടായി പഠിക്കാം, അതിലെന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത്. ഇപ്പോൾ സാധാരണഗതിയിൽ നല്ല ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ ആണെങ്കിൽ അതിനൊരു പിച്ച് ഡെക്ക് ഡോക്യുമെൻ്റ് ഉണ്ടാവും ശരിക്കും. ആ ബിസിനസ് എന്താണ്, അതിൻ്റെ ഒരു മാർക്കറ്റ് സ്കോപ്പ് എന്താണ് എന്നൊക്കെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പഠിച്ചിട്ടുള്ളൊരു സ്റ്റഡി അതിന് മുമ്പിലുണ്ടായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഇനിയിപ്പോൾ കുറച്ച് കാലമായിട്ട് റൺ ചെയ്യുന്ന ബിസിനസ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അവരെ ഫൈനാൻഷ്യൽസ് ഉണ്ടാവും. അപ്പോൾ അവരുടെ ഒരു അസറ്റ് സൈഡ് എന്താണ്, അവർ ഈ പറയണേ എന്താ പറയുക, ഇപ്പോൾ പുതിയ കാലത്ത് ഞാൻ പറയുന്നു ഒരുപക്ഷെ നമുക്ക് ഈ ChatGPT ഒക്കെ പോലുള്ള സംവിധാനങ്ങളിൽ നിങ്ങൾ കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് കൊടുത്തിട്ടൊന്ന് അനലൈസ് ചെയ്യാൻ പറഞ്ഞാൽ അത് തന്നെയും കുറച്ച് കാര്യങ്ങൾ തരും. അതെ അതെ. അല്ല, ഞാൻ സാധാരണക്കാർക്ക് ഏറ്റവും പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും നോക്കിയിട്ട് ഈ കമ്പനി എന്താണെന്ന് വിലയിരുത്താൻ കഴിയില്ല. പക്ഷെ ഇപ്പൊ വളരെ എളുപ്പമാണ്. രണ്ടിന്റെയും പിക്ചർ എടുക്കുക, ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക, ChatGPT-നോട് ചോദിച്ചാൽ വിശദമായി ഒരു അനാലിസിസ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ. ചിലപ്പോൾ അതിനൊരു
അപകടമല്ല, അതിലൊരു ഹ്യൂമൻ ഇന്റർവെൻഷൻ അല്ല നമുക്കൊരു ഐഡിയ വേണ്ടി വരും. ഒരു basic എന്നാലും idea ഇപ്പോൾ ഫൈനാൻസ് ഒന്നും ധാരണയില്ലാത്ത ഒരാൾക്കും പിന്നെ AI സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് സാധനങ്ങളെ കുറിച്ചൊരു ഡീറ്റെയിൽസ് കിട്ടാൻ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനികളുണ്ട്, ചിലപ്പോൾ അവരൊരു കറക്റ്റ് സ്ട്രഗിളിൻ്റെ ഒരു സമയമായിരിക്കും കഴിഞ്ഞ 4 വർഷം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതെ. പക്ഷേ ഇപ്പോൾ അവർക്ക് അവരുടെ മുമ്പിൽ ഒരുപാട് ഫോർകാസ്റ്റ് മാത്രമല്ല, റിയൽ ഓർഡേഴ്സ് ഉണ്ടാവും. കഴിഞ്ഞ 4 വർഷം അവരുടെ അടുത്തൊരു പണിയുടെ റിസൾട്ട് ചിലപ്പോൾ ഇപ്പോഴായിരിക്കും വരുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ പ്യൂർലി ഇതിന് മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്. അതെ അതെ, നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ റിയാലിറ്റി കൂടി നോക്കുക. പക്ഷെ കഴിഞ്ഞ 4 വർഷത്തെ നമ്മള് പിന്നെ അപഗ്രഥനം ചെയ്തിട്ട് എന്നിട്ടാണ് ഭാവി സാധ്യതകൾ അവർ പറയട്ടെ. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്ഥാപനത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാണ്, അവരോട് അതിന്റെ മുന്നേ തന്നെ എല്ലാം ചോദിക്കണം. എന്തൊക്കെ നിങ്ങളുടെ കയ്യിൽ എന്താണ്, എന്ത് പ്രതീക്ഷയാണ് മുന്നിലുള്ളത്, അടുത്ത 5 വർഷം കൊണ്ട് എവിടെ എത്തുമെന്നാണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷ, ഇതൊക്കെ ചോദിക്കാലോ. ഫോർകാസ്റ്റ് ഒക്കെ അവർ പറഞ്ഞതിന് ശേഷം നമുക്ക് പറ്റുമെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഫൈനലി കണക്കേ സംസാരിക്കൂ. അതെ അതെ. അപ്പോൾ അതൊരു വലിയ ഘടകമാണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഡോക്യുമെന്റേഷൻ സൈഡിൽ ഇതിൽ കാര്യം പറയേണ്ടതാണ്. ഇപ്പം നമ്മൾ മിക്ക ആൾക്കാരും ഇപ്പം ഇസ്ലാമികമായിട്ട് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ തന്നെ പലപ്പോഴും ഒരു റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ എന്ത് പറയുന്നു വെച്ചാൽ, എന്നാലും മറ്റേ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ ചോദിക്കും, ക്യാപിറ്റൽ ഇനിയിപ്പോൾ ലാഭം കുറഞ്ഞാലും ക്യാപിറ്റൽ നമുക്ക് കിട്ടൂലേ എന്ന് ചോദിക്കും. അപ്പോൾ ബിസിനസ് ആകുമ്പോൾ ലാഭം ഉണ്ടാവും, നഷ്ടം ഉണ്ടാവും. രണ്ടും ഏറ്റെടുക്കാൻ ഒരാൾ തയ്യാറാവണമെന്നാണ് ബേസിക്കലി ഇൻവെസ്റ്റ് ചെയ്യാൻ, ഇസ്ലാമികമായി ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരാൾ ബേസിക് ധാരണ അത് ഉണ്ടാവണം. എന്നിട്ട് ബാക്കി നമ്മളുടെ ക്യാഷ് സേഫ് ആക്കാനുള്ള എല്ലാ ശ്രമവും നമ്മൾ നടത്തണം. തീർച്ചയായിട്ടും. അപ്പോൾ അത് അങ്ങനെ തന്നെ മനസ്സിലാക്കുന്നുള്ള പ്രധാനമാണ്. അല്ലെങ്കിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ചിലപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, എന്നിട്ട് നമ്മൾ അത്യാവശ്യം എമൗണ്ടും കൊടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷേ എന്തോ കാരണം കൊണ്ട് ഒരു ബിസിനസ് ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെയും നമ്മുടെ ഒരു ബുക്കിൽ ഉണ്ടാവുന്നത് ഇന്ന അടുത്തുനിന്ന് 25 lakhs കിട്ടാനുണ്ട് എന്ന് എഴുതി വെക്കും. അവിടെ ആ പൈസ ഒക്കെ തീർന്നിട്ടുണ്ടാവും, പോയിട്ടുണ്ടായിരിക്കും. ഞാൻ പറയുന്നത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അതേസമയം ബിസിനസ് റിയാലിറ്റികൾ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ തന്നെ മനസ്സിലാക്കണം. നമ്മൾ തന്നെ ബിസിനസ് കോൺട്രാക്റ്റുകൾ നമ്മൾ ലോൺ കോൺട്രാക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പാടില്ല. അത് രണ്ടും വളരെ രണ്ടാണ്. പലരും ചെയ്യുന്ന ഒരു സാധനമാണ്. അതായത് ബിസിനസ് കോൺട്രാക്ട് എന്നുള്ള രീതിയിൽ വെക്കുന്നത് ലോൺ കോൺട്രാക്റ്റിലായിരിക്കും. അത് അവസാനം പ്രശ്നം ഉണ്ടാകുമ്പോൾ ഈ അഗ്രിമെന്റ് കൊണ്ടുവരുമ്പോഴാണ് അവസാനം ഏറ്റവും ചുരുങ്ങിയത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത പൈസയെങ്കിലും തിരിച്ചു തരാം എന്നൊക്കെ ധാരണ ആക്കി ആദ്യം വെച്ചിട്ടുണ്ടാവും. അത് യഥാർത്ഥത്തിൽ ബിസിനസ് കോൺട്രാക്ട് അല്ല, അത് ഇസ്ലാമികമേ അല്ല. അങ്ങനത്തെ വിഷയങ്ങൾ അതിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ബേസിക്കായിട്ട് ബിസിനസ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വശങ്ങളാണ്. പിന്നെ പറ്റുമെങ്കിൽ ഒരു ആ നിലക്കൊക്കെ ഉള്ളൊരു അഡ്വൈസേഴ്സിനെ സമീപിക്കുക. കാരണം പലപ്പോഴും ബിസിനസ് തുടങ്ങാൻ എളുപ്പമാണ്, അതെ, ബാക്കിയുള്ള ചെയ്യണ ഇതിനേക്കാൾ പ്രയാസമാണ്. ഇപ്പോൾ ഫണ്ട് നമ്മുടെ ഒരു പക്ഷേ ഫണ്ട് സ്വീകരിക്കാൻ കഴിയുന്ന സ്വഭാവത്തിൽ സംസാരിക്കാനോ ഒക്കെ ആളുകൾ ഉണ്ടായിരിക്കും. പക്ഷെ പിന്നീട് ഉള്ള കമ്മ്യൂണിക്കേഷനുള്ള വലിയൊരു ക്വസ്റ്റ്യനാണ്. പിന്നെ എങ്ങനെയാണ് ഇവരോട് സംസാരിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളും ചോദിക്കും. ചിലർ അസ്ഥാനത്ത് ചോദിക്കും ചിലപ്പോൾ. എന്ന് പറഞ്ഞാൽ ഈ ഇൻവെസ്റ്റർ തന്നെയും ചിലപ്പോൾ എന്തായിരിക്കും എന്ന് വെച്ചാൽ ഒരു വലിയ പ്രയാസമായിരിക്കും. അങ്ങനെയല്ല, ഞാൻ പ്രയാസം ഉദ്ദേശിച്ച അങ്ങനെയല്ല, അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കൾച്ചറും ഇൻവെസ്റ്റ്മെൻറ്റ് മൈൻഡ് സെറ്റും ക്ലിയർ ആവാത്തതുകൊണ്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്നിട്ടും നാളെ പൈസ കിട്ടണം എന്നുള്ളൊരു മനോഭാവം ഉള്ളതുകൊണ്ടാണ്. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെതാണ്, അതിൽ ഇന്ന സംഗതികളൊക്കെ ഉണ്ടായിരിക്കും. നമുക്ക് ട്രാൻസ്പെറൻസി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കോൺട്രാക്റ്റ് ക്ലിയർ ആണെങ്കിൽ, നമുക്ക് ഇന്ന സമയത്ത് റിട്ടേൺ വരിക, നമ്മൾ ഇന്ന സമയത്ത് റിപ്പോർട്ട് ചോദിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് അത് ചോദിക്കണം. അതങ്ങനെ മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ അത് നമ്മളൊരു ബിസിനസ്സിൽ നമുക്ക് സാധ്യമാകുന്ന സ്വഭാവത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിൻ്റെ ഭാഗമാവുക എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ നമുക്ക് റിപ്പോർട്ടുകൾ ആവശ്യപ്പെടേണ്ട സമയത്ത് ആവശ്യപ്പെടുക, അതിൻ്റെ ഒരു AGM ഒക്കെ നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കുക. നമ്മുടെ ഒരു ബിസിനസ്സിൽ നമുക്ക് വിസിറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലും വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അത് പറയാ, ബിസിനസ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ ചിലപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജിലായിരിക്കും, ചിലപ്പോൾ റണ്ണിങ് ആയിരിക്കും, നമ്മൾ അവിടെ വിസിറ്റ് ചെയ്യണം. അതിന് ചിലപ്പോൾ ഒരു പൈസ ചിലവാകും, എന്നാലും നമുക്ക് അവിടെ പോയാൽ കുറേ കാര്യങ്ങൾ മനസ്സിലാവും, എന്താണ് അവിടുത്തെ അവസ്ഥ. അവിടെ ചിലപ്പോൾ എംപ്ലോയീസിനോടോ ഒക്കെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനൊക്കെ ഒരു സാധ്യത ഉണ്ടാവും. പിന്നെ ഗവേണൻസ് സൈഡും പറയേണ്ടതാണ് കേട്ടോ. ഇപ്പോൾ ഗവേണൻസ് സൈഡ് എന്നുള്ള വലിയ, ഇപ്പോൾ പുതിയ കാലത്ത് കോൺസെപ്റ്റുകൾ ഉഷാറാകുന്ന അതിലല്ല കാര്യം. നമുക്ക് ഇവിടുത്തെ ചട്ടക്കൂടുകൾക്കകത്ത് നിന്നുകൊണ്ട് എങ്ങനെ ചെയ്യേണ്ടത് വലിയ പ്രധാനമാണ്.
അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ ഒരു സെപ്റ്റംബർ 30-ക്കകത്ത് നിങ്ങളുടെ മറ്റേ റിട്ടേൺസ് ഒന്നും ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ അത് ഇവിടുത്തെ വലിയ ബ്രീച്ചാണ്. പിന്നെ നിങ്ങൾ വലിയ അതിന്റെ ഫൈൻ തന്നെ ഒരുപാടുണ്ടാവും. ഫൈനോണ്ടും തീരുമില്ല, അതൊരു ബ്ലാക്ക് മാർക്ക് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഗവേണൻസ് സൈഡ് ആരാണ്, ഇതിൻ്റെ ഓഡിറ്റ് ഫേം ആരാണ്, ബിസിനസ് സ്കെയിലുകൾ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ അതനുസരിച്ച് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണോ, കംപ്ലയൻസ് പ്രോപ്പർ ആണോ, അതിൻ്റെ ടാക്സ് മറ്റു കാര്യങ്ങൾ ഇതിനൊക്കെ എന്ത് സംവിധാനമാണുള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് ഒരുപാട് TDS ഉണ്ടാവും, TCS ഉണ്ടാവും, അങ്ങനെ ഇവിടെയുള്ള എല്ലാ സംവിധാനങ്ങളും മാനേജ് ചെയ്യാൻ പറ്റുന്ന സ്വഭാവത്തിൽ സംവിധാനങ്ങളുണ്ടാവും. അക്കൗണ്ട്സ് പ്രധാനമാണ്. കാരണം വലിയ ബിസിനസ് നടത്തുന്നില്ലല്ലോ, നഷ്ടം വന്നാലും നമുക്ക് ആശ്വസിക്കാൻ പറ്റുന്ന. ചില ആളുകളൊക്കെ ബിസിനസ് വലിയ സ്കെയിലിൽ ബിസിനസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ അക്കൗണ്ട്സ് ഒന്നും കൃത്യമായിരിക്കില്ല. അതൊക്കെ ഇങ്ങനെ ഒരു വഴിയിൽ നടന്നു പോകുന്ന രീതിയിലൊക്കെ ചിലപ്പോൾ കാണാൻ കഴിയും. അത് പിന്നെ ഭാവിയിൽ ഭയങ്കരമായ പ്രയാസങ്ങളുണ്ടാക്കും. പിന്നെ ഈ ഇൻവെസ്റ്റ്മെന്റിൽ തന്നെ ചിലപ്പോൾ തോന്നുന്ന ഒരു സാധനമാണ്. പിന്നെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പല ആളുകളും പുതിയ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യും, അതായത് സ്റ്റാർട്ട് ചെയ്യുന്ന ബിസിനസ്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യുക. എനിക്കതിൽ തോന്നിയത് പുതുതായി ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുന്ന ആൾ, ഞാനിപ്പോൾ ആദ്യമായിട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുന്നു, ഒരുപാട് സ്ഥാപനങ്ങളിലൊന്നും ഞാൻ മുമ്പ് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല, എക്സ്പീരിയൻസ് ഇല്ല, ഇങ്ങനെയുള്ള ആളാണെങ്കിൽ പുതിയ ബിസിനസ്സിൽ ഒരിക്കലും ചെയ്യരുതെന്ന് ഞാൻ പറയാം. കാരണം നമ്മളും പുതിയതാണ്, ആ ബിസിനസ്സും പുതിയതാണ്, രണ്ടാക്കും പുതിയതിന് പല പ്രയാസങ്ങളും തടസ്സങ്ങളുണ്ട്. നമ്മൾ ബാലിശമായ ഐഡിയ വെച്ചിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ബാലിശമായ ഐഡിയ വെച്ചിട്ടായിരിക്കും പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് രണ്ടും ഒന്നിക്കാതിരിക്കലാണ് ഇപ്പോൾ നല്ലത്. ഇപ്പോൾ റണ്ണിങ് ഉള്ള ഒരു ബിസിനസ് ആകുമ്പോൾ നമുക്ക് കഴിഞ്ഞ 3 വർഷത്തെ ഫൈനാൻഷ്യൽസ് ഒക്കെ നോക്കി വിലയിരുത്തി വേണേൽ ഏതെങ്കിലും എക്സ്പെർട്സിനോടൊക്കെ ചോദിച്ചിട്ട് എന്ത് ചെയ്യുക, പിന്നെ ഉറപ്പ് വരുത്തിയിട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സാധനത്തിലും കുറേ സ്വപ്നങ്ങളാണ് ചിലപ്പോൾ, അതൊന്നും യാഥാർത്ഥ്യമാവണം എന്നുണ്ടാവില്ല. അപ്പോൾ അതും കൂടിയൊക്കെ പരിഗണിച്ചിട്ട് ഞാൻ ചിലപ്പോൾ ആളുകളോട് പറയലുണ്ട്, നിങ്ങളും പുതിയതാണ്, ബിസിനസ്സും പുതിയതാണ്, അങ്ങനെയാണെങ്കിൽ അത് ഒത്തുപോകുമ്പോൾ പല പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് അത് അങ്ങനെ ഒപ്പിക്കാതിരിക്കലാണ് നല്ലത്. എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇപ്പോൾ സത്യത്തിൽ സ്റ്റാർട്ടപ്പുകളും വിജയിക്കണം, പക്ഷേ നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. കാരണം സ്റ്റാർട്ടപ്പുകളാണ് വലിയ സംവിധാനങ്ങളായിട്ട് വരിക. അതേസമയം സ്റ്റാർട്ടപ്പുകളെ സംബന്ധിച്ച് പറയുമ്പോൾ അവരെ ഫണ്ട് ചെയ്യാൻ പറ്റുന്ന സീഡ് ഫണ്ടുകളോ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സൊക്കെ ഉണ്ടാവും. അവരെ സംബന്ധിച്ച് ആ റിസ്ക് ബെയർ ചെയ്യാൻ അവർ ഓക്കെയാണ്. ഇപ്പം നമ്മുടെ റിസ്ക് അപ്പിറ്റേറ്റ് ഇത്രയും നല്ല വളരെ പ്രധാനമാണ്. നിങ്ങൾക്ക് എത്രമാത്രം റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ള ചോദ്യം ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങൾ ബാക്കിയൊക്കെ ഓക്കെയാണ്, അപ്പോൾ നിങ്ങൾക്ക് ഈ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് എന്തോ കിട്ടിയിട്ട് വേണമെങ്കിൽ അടുത്ത കാര്യം ചെയ്യണമെങ്കിൽ അങ്ങനെ ഇൻവെസ്റ്റ് ഒരിക്കലും കൊണ്ടുപോയി ഇടേണ്ട സ്ഥലമില്ല ഈ പറയുന്ന സ്റ്റാർട്ടപ്പുകൾ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പോൾ സ്റ്റാർട്ടപ്പുകൾക്ക് ഫണ്ട് വേണം, മാത്രമല്ല ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത സ്കെയിലിൽ വിജയിക്കുന്ന സാധനമാണ് സ്റ്റാർട്ടപ്പ്. പക്ഷെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പിന്നെ കുറച്ചുകൂടി ധൈര്യമുള്ള ആളുകളാണ് ചെയ്യേണ്ടത്. അവർക്ക് കുറച്ച് ബാക്കപ്പ് ഉണ്ടാവും, പിന്നെ ഇതിനെക്കുറിച്ച് പഠിക്കാനും ധാരണയൊക്കെ ഉള്ള മുമ്പ് ഇൻവെസ്റ്റ് ചെയ്ത് പരിചയമുള്ള ആളുകളാണ് അതിലേക്ക് പോയാലും നല്ലതെന്ന്. ഇത് അനലൈസ് ചെയ്യാനൊന്നും കപ്പാസിറ്റി ഇല്ലാതെ ആദ്യമായി ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളൊക്കെ പോയിട്ട് സ്റ്റാർട്ടപ്പിൽ കുറച്ചുകൂടി എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത് നല്ലതെന്ന് തോന്നുന്നു. നടക്കേണ്ടത് പറഞ്ഞ പോലെ ഇൻവെസ്റ്റ്മെന്റുകൾ എന്നുള്ളത് ഒരു ധൈര്യം കാണിക്കൽ കൂടിയാണ്. അത് പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് റസൂല് അത്താജറുൽ അമീൻ മൻ നബിയ്യിന വസുദ്ദീഖ് എന്നൊക്കെ പറയാൻ കാരണം. അപ്പോൾ അതൊരു വലിയ അർത്ഥമാണ് ശരിക്കും. എന്ന് പറഞ്ഞാൽ വേറെ ആർക്കും കൊടുക്കാത്തൊരു പദവി കൊടുക്കുകയാണ്. 4 സാധനങ്ങൾ അത്താജറുൽ അമീൻ മൻ നബിയ്യിന വസുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ആളുകളുടെ സഹവാസത്തിന് അർഹരാവാൻ അവരൊരു എക്കോണമി ആക്ടിവേറ്റ് ചെയ്യുന്നതിൽ വലിയ റിസ്ക് എടുക്കുന്നുണ്ട്. ഒരു ലോകത്തെ ചലിപ്പിക്കുന്നതിൽ പങ്കുവഹിക്കുന്ന ആളുകളാണ്. മറ്റേതൊരു സേഫ് സോണാണ്. നമുക്കൊരു പണിയുണ്ട്, നമ്മൾ അതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകുന്നു. മറ്റേ നമ്മൾ അതിലേക്ക് ഇറങ്ങിയാൽ മനസ്സിലാവും ഒരുപാട് ഹെഡ് ഏക്കുകൾ അതിനുണ്ട്. പക്ഷെ അതിനെ അഡ്രസ്സ് ചെയ്യാനും ആ റിസ്ക് എടുക്കാനും തയ്യാറാവുക എന്നുള്ളത് തന്നെയാണ് ഇസ്ലാം ബേസിക്കലി പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പോൾ പണം നമ്മുടെ അടുത്ത് കുറേ അങ്ങനെ ഉണ്ട് എന്നുള്ളതല്ല, നമ്മൾ ഒരു മൊമെന്റിൽ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തു തുടങ്ങാം, ചെറിയ എമൗണ്ട് ഒക്കെ ചെയ്യുക, അതൊരു കൾച്ചറായിട്ട് വരിക, അത്തരം ശീലങ്ങളിലേക്ക് വരിക എന്നുള്ളത് തന്നെ സംഭവിക്കേണ്ടത്. ബാക്കി ഇഷ്യൂസിനെയും പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന കുറേ സംവിധാനങ്ങൾ പുതിയ കാലത്ത് നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൽ പറയാൻ തോന്നുന്നു. നമുക്ക് സാധ്യമാവുന്നതൊക്കെ ചെയ്ത് ബാക്കി തവക്കുൽ ചെയ്ത് മുന്നോട്ട് പോകാം. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു.